Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസിൻഫെക്റ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ്. MLTയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടിയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ഒക്കെ ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. കേരള സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരിക്കുന്നതാണ്. ഇനി ലാബ് അസിസ്റ്റന്റ് എക്സാമിനായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഒരുപാട് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ഡിസിൻഫെക്റ്റന്റുകളെ കുറിച്ചാണ്. അതായത് പാത്തജനിക് ആയ ബാക്ടീരിയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസിൻഫെക്റ്റന്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് അല്ലാത്ത ഒബ്ജക്ട്സിനകത്തു നിന്നുള്ള ബാക്ടീരിയനെ ഒക്കെ റിമൂവ് ചെയ്യാനാണ് ഡിസിൻഫെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡിനെ സ്റ്റെറിലന്റ് ലിക്വിഡ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ചില കെമിക്കൽസ് ഉണ്ട് സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും ഒക്കെ അപ്ലൈ ചെയ്യാം സേഫായിട്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റിസെപ്റ്റിക്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ആൻറ്റിസെപ്റ്റിക് ആയിക്കോട്ടെ ഡിസിൻഫെക്റ്റൻ്റ് ആയിക്കോട്ടെ ചില പ്രോപ്പർട്ടീസ് അവർക്ക് ഉണ്ടായിരിക്കണം. വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി, ബാക്ടീരിയ, വൈറസ്, അങ്ങനെ പല റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. മൈക്രോബുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കണം ഒരു പ്രാക്ടിക്കൽ പീരീഡ് ഓഫ് ടൈമിൽ. അതുപോലെ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിരിക്കണം. എഫക്റ്റീവ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അതുപോലെ വെറ്റബിൾ ആയിരിക്കണം. ഏത് pHലും ആക്റ്റീവ് ആയിരിക്കാൻ സാധിക്കണം. സ്റ്റേബിൾ ആയിരിക്കണം. ലോങ് ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കണം. സ്റ്റോറേജിന് സാധിക്കുന്നതായിരിക്കണം. സ്പീഡി ആയിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ ഹൈലി പെൻട്രേറ്റിംഗ് പവർ ഉള്ളവരായിരിക്കണം. ഇനി ഇതല്ലാതെ അവർ നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ അലർജിക് ആയിരിക്കണം, നോൺ ഇറിറ്റേറ്റീവ് ആയിരിക്കണം, നോൺ കൊറോസീവ് ആയിരിക്കണം. അതുപോലെ ബാഡ് ഓർഡർ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. വോളറ്റൈൽ റെസിഡ്യൂസ് സ്റ്റെയിൻ ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതുപോലെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അത് ഇല്ലാതായി പോവുക, അതിൻ്റെ എഫിഷ്യൻസി ഇല്ലാതായി പോവുക എന്നൊരു കണ്ടീഷൻ ഉണ്ടാവരുത്. എക്സ്പെൻസീവ് ആവരുത്. ഈസി ആയിട്ട് അവൈലബിളും ആയിരിക്കണം. ഇനി ഒരു ഡിസിൻഫെക്ഷൻ്റെ ലെവൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോണ്ടാക്ട് ടൈമിനെ, ടെമ്പറേച്ചറിനെ, ടൈപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ, അതുപോലെ ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസിനെ, അതുപോലെ ടൈപ്പ് ആൻഡ് ക്വാണ്ടം ഓഫ് മൈക്രോബിയൽ ലോഡ്. മൈക്രോബിയൽ ലോഡ് എത്രമാത്രം ഉണ്ട്, ഏത് ടൈപ്പിലൊക്കെ ഉണ്ട്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിസിൻഫെക്ഷൻ നടക്കുന്നത്. എത്ര വ്യാപ്തിയിലുണ്ട് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസിൻഫെക്റ്റന്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി, ലിക്വിഡ്, ഗ്യാഷ്യസ് എന്നിങ്ങനെ നമുക്ക് വേർതിരിക്കാം. ആൽക്കഹോൾ, ഫിനോൾ ഒക്കെ നമുക്ക് ലിക്വിഡിനകത്ത് വരുന്നതാണ്. ഗ്യാഷ്യസിനകത്ത് ഫോർമാൽഡിഹൈഡ് ഒക്കെയാണ് വരുന്നത്. ഇനി സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ഹൈ ലെവലാണോ, ഇന്റർമീഡിയറ്റ് ആണോ, ലോ ലെവലാണോ എന്നതനുസരിച്ച്, മെക്കാനിസം ഓഫ് ആക്ഷൻ അനുസരിച്ച്, അതായത് മെംബ്രൈനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതായത് ആൽക്കഹോൾ, ഡിറ്റർജന്റ് പോലുള്ളവ. ഇനി ഡീനാച്ചുറേഷൻ ഓഫ് സെല്ലുലാർ പ്രോട്ടീൻസിനാണെങ്കിൽ ആൽക്കഹോൾ, ഫിനോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്സിഡേഷൻ ഓഫ് എസെൻഷ്യൽ സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ് ഓഫ് എൻസൈംസിന് വേണ്ടിയിട്ടാണെങ്കിൽ H2O2, ഹാലജൻസ് ഒക്കെ തന്നെയും പ്രിഫറബിൾ ആണ്. ആൽക്കൈലേഷൻ ഓഫ് അമിനോ, കാർബോക്സൈൽ, ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പിനാണെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഒരു ഉദാഹരണമാണ്. ഈ ന്യൂക്ലിക് ആസിഡിന് ഡാമേജ് ഉണ്ടാക്കുന്നതിന് ഉദാഹരണമാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ആൽക്കഹോൾസ് ആണ്. മോഡ് ഓഫ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സെല്ലിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ ഒക്കെയാണ് വരുന്നത്. അപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം? 70% അക്യൂസ് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോബ്സിനെ കിൽ ചെയ്യാനായിട്ട്. ആബ്സല്യൂട്ട് ആൽക്കഹോൾ അല്ല, 100% അല്ല, 70% ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. 70% ഈഥൈൽ ആൽക്കഹോൾ ആന്റിസെപ്റ്റിക് ആയി സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എത്തനോളിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ് കേട്ടോ. ഇനി ക്ലിനിക്കൽ തെർമോമീറ്ററിനെയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇവരെ യൂസ് ചെയ്യാം. മീഥൈൽ ആൽക്കഹോൾ ഫംഗൽ സ്പോർസിനെ കിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനോക്കുലേഷനൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവരെ യൂസ് ചെയ്യാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ വോളറ്റൈൽ ആണ്, അതായത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേമബിൾ ആണ്, കത്തുന്നതാണ്. ഇനി ആൽഡിഹൈഡ് ആണ് കേട്ടോ. ആൽക്കഹോൾ കഴിഞ്ഞു, ഇനി ആൽഡിഹൈഡ് ആണ്.
ആൽഡിഹൈഡിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആൽക്കൈലേഷൻ വഴിയായിട്ടാണ്. അമിനോ, കാർബോക്സൈൽ, ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുകളുടെ ആൽക്കൈലേഷൻ വഴിയായിട്ട്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിക് ആസിഡിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൈക്രോ ഓർഗാനിസത്തിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കുന്നുണ്ട്, സ്പോർസിനെയും. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫോർമാൽഡിഹൈഡും ഗ്ലൂട്രാൽഡിഹൈഡും ആണ് എക്സാമ്പിൾസ് വരുന്നത്. സർഫസ് ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 40% ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്, അതായത് സ്മെല്ല് കൊടുക്കാറുണ്ട്, പുകയ്ക്കാറുണ്ട്. അപ്പോൾ ഇവിടെ റൂംസ് ആയിക്കോട്ടെ, ചേമ്പേഴ്സ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ്സ് ആയിക്കോട്ടെ, വാർഡ്, സിക്ക് റൂം ഒക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്. ബോയിലിംഗ് ഫോർമാലിൻ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാരാ ഫോർമാൽഡിഹൈഡ് ഒന്ന് ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമാലിനെ പൊട്ടാഷ്യം പെർമാഗ്നേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തും നമുക്കിങ്ങനെ ഫ്യൂമിഗേറ്റ് ചെയ്യാവുന്നതാണ്. ബെഡ്, ഫർണിച്ചർ, ബുക്സ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. 10% ഫോർമാലിൻ വിത്ത് 0.5% ടെട്രാ ബൊറേറ്റ് നമ്മൾ മെറ്റൽ ഇൻസ്ട്രുമെന്റ്സിനെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. 2% ഗ്ലൂട്രാൽഡിഹൈഡ് തെർമോമീറ്റേഴ്സ്, സിസ്റ്റോസ്കോപ്പുകൾ, ബ്രോഞ്ചോസ്കോപ്പുകൾ, സെൻട്രിഫ്യൂജുകൾ, അനസ്തെറ്റിക് എക്യുപ്മെന്റ്സിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 3 മണിക്കൂറിൻ്റെയൊക്കെ എക്സ്പോഷർ, ആൽക്കലൈൻ pHലുള്ള എക്സ്പോഷർ ഗ്ലൂട്രാൽഡിഹൈഡിന്റെ ഫംഗ്ഷന് ഇമ്പോർട്ടൻ്റ് ആണ്. 2% ഫോർമാൽഡിഹൈഡ് 40°C 20 മിനിറ്റോളം നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വൂളിനെയൊക്കെ. അതുപോലെ 0.25% അറ്റ് 60°C ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6 ഹവേഴ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അനിമൽ ഹെയറോ ബ്രിസ്റ്റൽസോ എന്തെങ്കിലും ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ വേപ്പേഴ്സ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്, അമോണിയ ഗ്യാസ് പോലെയാണ്, പുവർ പെനിട്രേഷൻ ആണ് നമുക്ക് തരുന്നത്, നോൺ വോളറ്റൈൽ റെസിഡ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ആക്ടിവിറ്റി നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. അതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഗ്ലൂട്രാൽഡിഹൈഡിന് ആൽക്കലൈൻ pH വേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഫീനോൾ ആണ്. ഫീനോളിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡ് ഓഫ് ആക്ഷൻ മെംബ്രൈനെ ഡിസ്റപ്റ്റ് ചെയ്യുക, പ്രോട്ടീനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുക, എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. എക്സാമ്പിൾ നോക്കാം. 5% ഫിനോൾ, അതുപോലെ 1 to 5% ക്രിസോൾ, 5% ലൈസോൾ, അതുപോലെ ഹെക്സാക്ലോറോഫീൻ, ക്ലോർഹെക്സിഡിൻ, ക്ലോറോസൈലിനോൾ ഇതൊക്കെ നമുക്ക് വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്ലിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സർജിക്കൽ വൂണ്ടിൻ്റെ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫിനോൾ ബേസിക്കലി ഒരു കോൾട്ടാർ ഡെറിവേറ്റീവ് ആണ്. ഹയർ കോൺസെൻട്രേഷനിൽ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും ലോവർ കോൺസെൻട്രേഷനിൽ ആൻറ്റിസെപ്റ്റിക്കലായിട്ടും അവർ ഉപയോഗിക്കാവുന്നതാണ്. ബാക്ടീരിയസൈഡൽ, ഫംഗിസൈഡൽ, മൈക്കോബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും സ്പോർട്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇനാക്റ്റീവ് ആണ്. അതുപോലെ വൈറസിനെതിരെയും ഇനാക്റ്റീവ് ആണ്. ഇനി ഓർഗാനിക് മാറ്റർ കാരണമൊന്നും ഇവരെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ ഫ്ലോർസിലും അതുപോലെ ജാറുകളിലും ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ബെഡ് പെൻസിലൊക്കെ നമുക്ക് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്നത് നമുക്ക് ഐസോപ്രോപ്പനോൾ സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് സ്കിൻ ഡിസിൻഫെക്ഷന് യൂസ് ചെയ്യാം. വൂണ്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ അക്വ സൊല്യൂഷൻ ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. 20% ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് സൊല്യൂഷൻ നമ്മൾ സ്കിൻ ഡിസിൻഫെക്ഷന് വേണ്ടി പൊതുവെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് കോട്ടണറി അമോണിയം കോമ്പൗണ്ടുകളായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് സെട്രിമൈഡ് പോലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ സ്ട്രോങ്ങറും ബ്രോഡറുമായ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസ് കാണിക്കാറുണ്ട്. അതുപോലെ ക്ലോറോക്സിനോളോസ് ലെസ് ഇറിറ്റൻസ് ആണ്. ടോപ്പിക്കൽ പർപ്പസിൽ, അതായത് അപ്ലൈ ചെയ്യാന്നല്ലേ, സ്കിന്നിന് മേലെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ക്ലോറോക്സിലെനോൾസ് യൂസ് ചെയ്യാറുണ്ട്. ഇവർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് കൂടുതൽ എഫക്റ്റീവ് ആണ്. എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ദാൻ ദാറ്റ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. ഇനി ഹെക്സാക്ലോറോഫീൻ, അതൊരു ക്ലോറിനേറ്റഡ് ഡൈഫിനൈൽ ആണ്. മച്ച് ലെസ് ഇറിറ്റൻ്റ് ആണ് ഇവർ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിലോക്സാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫീനൈൽ ഈതർ ആണ്. അത് നമ്മൾക്ക് ഗുഡ് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കും അതുപോലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കും. ഗ്രാം പോസിറ്റീവിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ടു എ സം എക്സ്റ്റെൻറ്റ് നമുക്ക് ഗ്രാം നെഗറ്റീവിനും ഉണ്ട്, സ്യൂഡോമോണസ് പോലെയുള്ള ഗ്രാം നെഗറ്റീവ് വരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ടോക്സിക് ആണ്, കൊറോസീവ് ആണ്, സ്കിൻ ഇറിറ്റൻ്റ് ആണ്. അതുപോലെ ക്ലോർഹെക്സിഡിൻ ആനിയോണിക് സോപ്പുകൾ വഴിയായിട്ട് ഇനാക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ക്ലോറോക്സിനോൾ ഹാർഡ് വാട്ടർ കാരണം ഇനാക്ടിവേറ്റഡ് ആവുന്നുണ്ട്.
അടുത്തത് ഹാലജൻസ് ആണ്. ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. എൻസൈമിലെ സൾഫൈഡൽ ഗ്രൂപ്പ്സ് ഒക്കെ ഓക്സിഡേഷൻ വഴി ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. ക്ലോറിൻ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറുകയും അവർ മൈക്രോബിസൈഡൽ ആക്ടിവിറ്റീസ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാലജൻസിന് എക്സാമ്പിൾ വരുന്നത് ക്ലോറിൻ കോമ്പൗണ്ടുകളും അയഡിൻ കോമ്പൗണ്ടുകളുമാണ്. അപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിങ്ചർ ഓഫ് അയഡിൻ, അതായത് 2% അയഡിൻ ആണ് നമ്മൾ 70% ആൽക്കഹോളിൽ യൂസ് ചെയ്യുന്നത്. അതൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഇത് മാത്രമല്ല, നമുക്ക് ന്യൂട്രൽ കാരിയർ പോളിമേഴ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പോളിവിനൈൽ പൈറോലിഡിൻ ആണ്. അങ്ങനെ നമുക്ക് അയഡോഫോറുകൾ പ്രിപ്പയർ ചെയ്യുകയും, അതായത് പോവിഡോൺ അയഡിൻ പോലുള്ള അയഡോഫോറുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അയഡോഫോർ എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോ റിലീസിന് കാരണമാവുന്നുണ്ട്. ഇറിറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഹാൻഡ് വാഷിംഗ് അയഡോഫോറുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. 50% ആൽക്കഹോളിലാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നത്. 10% പോവിഡോൺ അയഡിൻ നമ്മൾ അൺഡൈല്യൂട്ട് ചെയ്ത് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്കിൻ ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ക്ലോറിൻ ഗ്യാസ് വാട്ടർ ബ്ലീച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹൗസ് ഹോൾഡ് ബ്ലീച്ച് ആയിട്ട് ഫ്ലോറിൻ ഡിസിൻഫെക്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1:10 റേഷ്യോയിൽ നമ്മൾ ഹൗസ് ഹോൾഡ് ബ്ലീച്ച് സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാറുമുണ്ട്. ഇൻ ഹയർ കോൺസെൻട്രേഷൻ ക്ലോറിൻ നമുക്ക് സ്വിമ്മിംഗ് പൂളിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. 0.5% സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സെറോളജി വൈറോളജി പ്രോസസ്സിനൊക്കെ വേണ്ടി, അതിൻ്റെ സ്റ്റഡീസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡീകണ്ടാമിനേഷൻ ചെയ്യാനായിട്ട് സ്പില്ലേജ് ഓഫ് ഇൻഫെക്ഷ്യസ് മെറ്റീരിയലിൻ്റെ ഡീകണ്ടാമിനേഷന് വേണ്ടി 1:10 റേഷ്യോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെർക്കുറി ക്ലോറൈഡും ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആവുന്നുണ്ട് ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസിൽ. അയഡിൻ അതുപോലെ കൊറോസീവ് ആണ്, സ്റ്റെയിനിങ് ഉണ്ടാക്കുന്നതാണ്. ബ്ലീച്ച് സൊല്യൂഷനും കൊറോസീവ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസും ഒക്കെ കൊറോഡ് ചെയ്യാറുണ്ട്. അടുത്തത് ഹെവി മെറ്റൽസ് ആണ്. ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടീൻസിൻ്റെ അതുപോലെ ഓക്സിഡേഷൻ സൾഫൈഡൽ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ പ്രിസിപ്പിറ്റേഷൻ വഴിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവർ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ വരുന്നത് മെർക്കുറി ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്, കോപ്പർ സൾഫേറ്റ്, ഓർഗാനിക് മെർക്കുറി സാൾട്ട് ഒക്കെയാണ്. അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 1% സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ നമുക്ക് ഐസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന സിൽവർ സൾഫ ഡയാസീൻ ഉണ്ട്. അതുപോലെ ഇവർ മെയിനായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് ഇൻഫെക്ഷൻ ഓഫ് ബേൺ ടിഷ്യൂസിന് എതിരെയാണ് കേട്ടോ, ഈ പറയുന്ന സിൽവർ സൾഫ ഡയാസീൻ എന്ന് പറയുന്നത്. മെർക്കുറിയൽസ് വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മെർത്തയോലൈറ്റ് സെറം പ്രിസർവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കോപ്പർ സാൾട്ടുകൾ ഫംഗിസൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ മെർക്കുറി ക്ലോറൈഡ് ഹൈലി ടോക്സിക് ആണ് എന്നുള്ളതാണ്. അതുപോലെ ഓർഗാനിക് മാറ്റർ കാരണം അവർ ഇനാക്ടിവേറ്റഡ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് സർഫസ് ആക്റ്റീവ് ഏജന്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു മോഡ് ഓഫ് ആക്ഷൻ ഉണ്ട് അല്ലേ. ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇവരെ നമുക്ക് ഇന്റർഫേസിലാണ് കാണാൻ സാധിക്കുക. ലിപ്പിഡ് കണ്ടെയ്നിങ് ആയ മെംബ്രെയിൻ ബാക്ടീരിയൽ സെല്ല് കാണാൻ സാധിക്കും. അതുപോലെ അതിന് ചുറ്റപ്പെട്ട അക്വസ് മീഡിയവും ഉണ്ട്. ഇതിനിടയിലുള്ള ഇന്റർഫേസുകളിൽ ഇവരെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ് നമുക്കിവിടെ കാണാം. അവർ ഫാറ്റ് സൊല്യൂബിൾ ആണ്. ചാർജ്ഡ് ആയിട്ടുള്ള അയേൺസ് ഉണ്ട്, അത് വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പോൾ ഇവർക്ക് രണ്ടും ഉണ്ട്, ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ വാട്ടർ സൊല്യൂബിൾ പാർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നവയാണ്. മെംബ്രെയിൻ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുവഴിയായിട്ട് ലീക്കേജ് സംഭവിക്കുന്നുണ്ട് നമ്മുടെ സെൽ കോൺസ്റ്റുവൻസിൻ്റെ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വരുന്നത് സോപ്പ്, ഡിറ്റർജൻ്റ് ഒക്കെയാണ്. ഡിറ്റർജൻ്റ് കാറ്റയോണിക്കോ ആനയോണിക്കോ ആവാം. ഡിറ്റർജൻസ് എന്ന് പറയുമ്പോൾ അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും, ആനയോണിക് ഡിറ്റർജൻ്റ് എന്ന് വിളിക്കും. ഇനി ഇതിനകത്ത് വരുന്നതാണ് സോപ്പ്, ബൈൽ സാൾട്ട്സ് ഇതൊക്കെ. ഇനി ഫാറ്റ് സൊല്യൂബിൾ ആണ് എന്നുണ്ടെങ്കിലോ അവരെ പോസിറ്റീവ് ചാർജ് ആയിട്ട് പറയാം. കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വാട്ടർണറി നൈട്രജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് കാറ്റയോണിക് ഡിറ്റർജൻ്റ് എന്ന് വിളിക്കാം. ഇവരെ നമുക്ക് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് എന്നും വിളിക്കാം കേട്ടോ. കാറ്റയോണിക് ഡിറ്റർജൻറ്റിനെ സെട്രിമൈഡ്, അതുപോലെ ബെൻസാൽകോണിയം ക്ലോറൈഡ്, ഇതൊക്കെ കാറ്റയോണിക് ഡിറ്റർജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ നോക്കാം. നമുക്ക് വെജിറ്റേറ്റീവ് സെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മൈക്കോ ബാക്ടീരിയ, അതുപോലെ എൻവലപ്ഡ് വൈറസിനെതിരെയൊക്കെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡൈല്യൂഷൻ എത്രയാണ് വരുന്നത്, 1 to 2% ആണ് കേട്ടോ വരുന്നത്.
ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റി ഹാർഡ് വാട്ടർ വഴി റെഡ്യൂസ് ചെയ്യപ്പെടുന്നതായി കാണാം, ആനിയോണിക് ഡിറ്റർജൻറ്റ് വഴി റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാണാം, അതുപോലെ ഓർഗാനിക് മാറ്റർ കാരണവും റെഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. സ്യൂഡോമോണാസ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട് സെട്രിമൈഡിനെ. എങ്ങനെയാണ്, കാർബൺ നൈട്രജൻ ഒക്കെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് സ്യൂഡോമോണാസ് സെട്രിമൈഡിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. അടുത്തത് ചില ഡൈസ് ആണ്. മോഡ് ഓഫ് ആക്ഷൻ നമുക്ക് ആദ്യം നോക്കാം. അക്രിഡിൻ ഡൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയസൈഡൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡുമായിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അനലിൻ ഡൈസ് ഉണ്ട്, അതായത് ക്രിസ്റ്റൽ വയലറ്റ്, മാൽസൈഡ് ഗ്രീൻ, ബ്രില്യൻറ്റ് ഗ്രീൻ എന്ന് പറയുന്നതൊക്കെ ഇതിന് എക്സാമ്പിൾ വരുന്നതാണ്. അക്രിഡിൻ ഡൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അക്രിഫ്ലാവിൻ, അമിയാക്രൈൻ ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അക്രിഫ്ലാവിൻ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണ്, ശരിക്കും പറഞ്ഞാൽ പ്രോഫ്ലാവിൻ അതുപോലെ യൂഫ്ലാവിൻ്റെ ഒക്കെ ഒരു മിക്സ്ചർ ആണ്. യൂഫ്ലാവിൻ എന്ന് പറയുമ്പോൾ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഇവർ പെർഫോം ചെയ്യുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതുപോലെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മൈൽഡ് ബേൺസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെയിന്റ്, സ്കിന്നിൽ പെയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മാൽസൈഡ് ഗ്രീൻ എന്ന് പറയുന്നത് എൽജെ മീഡിയത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിന്റെ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ ഇത് മൈക്രോ ഓർഗാനിസത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അവർ നേസന്റ് ഓക്സിജൻ റിലീസ് വഴിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രോക്സൈൽ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് പ്രോട്ടീനിനെയും DNA ഒക്കെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ നോക്കാം. 6% കോൺസെൻട്രേഷനിലാണ് നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വെന്റിലേറ്റേഴ്സ് പോലുള്ള എക്യുപ്മെന്റ്സിനെയൊക്കെ അതുപോലെ ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 3% ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ആണ് സ്കിന്നിൻ്റെ ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡീഓഡറൈസിങ് വൂണ്ടിനും അൾസറിനും യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് സൊല്യൂഷൻസ് സ്പോറിസൈഡിൽ വരെയാണ്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ലൈറ്റിൽ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്, അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. കാറ്റലൈസ് വഴി അവർ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ വഴി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കും. അവരുടെ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് ഈ പ്രോട്ടീനേഷ്യസ് ഓർഗാനിക് മാറ്ററിന് സാധിക്കുകയും ചെയ്യും. അടുത്തത് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ ആണ്. ഇതൊരു ആൽക്കൈലൈറ്റിംഗ് ഏജന്റ് ആണ്. ഇവിടെ ആൽക്കൈലേഷൻ ഓഫ് കാർബോക്സൈൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് വഴിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കളർലെസ് ആയ ഒരു ലിക്വിഡ് ആണ്. സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചന്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് അത്ര സുഖകരമല്ലാത്തൊരു സ്മെല്ല് മുതൽ സ്ലൈറ്റ്ലി സ്വീറ്റിഷ് ആയ ഒരു സ്മെല്ല് വരെ ഇതിനുണ്ടായിരിക്കാം. പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ആണ്. കീറ്റൈൻ വിത്ത് ഫോർമാൽഡിഹൈഡിന്റെ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ആണ്. സ്പോറിസൈഡൽ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ 0.2% മുതൽ നമുക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. ബയോളജിക്കൽ പ്രൊഡക്റ്റിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്, ഫ്യൂമിഗേഷന് യൂസ് ചെയ്യാം. അതുപോലെ വാക്സിൻ, ടിഷ്യൂ ഗ്രാഫ്റ്റ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എൻസൈംസിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ആരെ യൂസ് ചെയ്യാം, ബീറ്റ പ്രൊപ്പിയോലാക്ടോണിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ പെനിട്രേറ്റിംഗ് പവർ കുറവാണ്, അതുമാത്രമല്ല കാർസിനോജനിക്കും കൂടിയാണ് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് റിമൈൻഡേഴ്സും ഉണ്ടായിരിക്കും, എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലേ, MLT വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, മാത്സ് എന്നിങ്ങനെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും. സെൽഫ് അനാലിസിസ് ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും അതുപോലെ ക്വിസുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ച് 22 മുതൽ. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും പഠിച്ചു തുടങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സുകളും. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. താങ്ക്